എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജി.കെ. തുമ്പക്കാരൻ. ഈ വീഡിയോ കുഞ്ഞുങ്ങളും മയക്കുമരുന്നും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ മയക്കുമരുന്ന് ലോബി ദിനം പ്രതി ശക്തി ആർജിച്ചു വരികയാണ്. ഇവർ ചെയ്യുന്നത് 15 വയസ്സ് കഴിഞ്ഞാൽ 15 വയസ്സിനടുത്ത കുട്ടികൾക്ക് പോലും മയക്കുമരുന്നു ലോബികളിൽ ബന്ധമുള്ളതായിട്ടാണ് അറിയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഈ ലോബി ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ സുഹൃത്ത് വലയങ്ങളിൽ മയക്കുമരുന്ന് എത്തിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇനി ഹോളിഡേകളാണ്, ഓണം ആഘോഷവും ഒക്കെ വരും. കുട്ടികൾ പുറത്ത് കളിക്കാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സന്ദർശിക്കാനോ പോകുന്ന അവസരങ്ങൾ ധാരാളമുണ്ടാകും. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു ജനറൽ സമയം കഴിഞ്ഞാൽ, ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ കുട്ടികൾ പുറത്ത് ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. അവരെവിടെ പോകണോ, ഏത് സുഹൃത്തുക്കളോടൊപ്പം പോകണോ, എന്താണതിൻ്റെ കാരണം എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അത് വീക്ഷിക്കുകയും ചെയ്യണം. കാരണം നാം അറിയാതെ തന്നെയാണ് ഈ കുട്ടികൾ തെറ്റിലേക്ക് അകപ്പെടുന്നത്. കാരണം ഇവർ ഒരിക്കൽ മയക്കുമരുന്നിന് അടിമയായാൽ പിന്നെ അവരെ തിരിച്ചു കിട്ടുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു സമയം കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞാൽ കുട്ടികളെ പുറത്ത് കൂട്ടുകാരോടൊപ്പം കളിക്കാനോ മറ്റെന്തിനോ ഉള്ളത് അനുവദിക്കാതിരിക്കുക. എന്നാൽ ഇവരെ നമ്മൾ വീക്ഷിക്കേണ്ടത് വളരെ രഹസ്യമായിട്ടായിരിക്കണം. ഇവരെ ആളത്തെ സഡൻ നീ അവിടെ പോകാൻ പാടില്ല, അതുമായിട്ട് കൂട്ടുകൂടെ, ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഒരു പക്ഷേ അവർ നല്ല സുഹൃത്തുക്കളായിരിക്കാം. നല്ല സുഹൃത്തുക്കളെ അറിയാതെ പേരൻസ് മോശമെന്ന് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഏത് രീതിയിലായിരുന്നാലും കുട്ടികളെ പുറത്ത് വിടുന്നതിന് പകരം കഴിവതും പേരൻസ്, അച്ഛനോ അമ്മയോ കുട്ടികളോടൊപ്പം തന്നെ കുറച്ച് സമയം ചിലവിടാനും ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കണം. കാരണം വളരെ മോശമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങളെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. സ്കൂളില്ലാത്ത സമയം ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കണം. ഇതിലെല്ലാം ഉപരി മാതാപിതാക്കൾ കഴിവതും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുടെ അധ്യാപകരുമായി ബന്ധപ്പെടേണ്ടതും കുട്ടികളുടെ നിലവാരത്തെക്കുറിച്ചും അവരുടെ മൂമെൻറ്റ്സിനെക്കുറിച്ചും സുഹൃത്തുവലയങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് അറിയാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ടീച്ചേഴ്സിന് അവരുടെ മൂമെൻറ്റ്സും ഒക്കെ കുറിച്ച് അറിയാൻ പറ്റും. കാരണം മയക്കുമരുന്ന് ലോബികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടികളിലേക്കുള്ള വിപണനമാണ്. അത് ഒരു പരിധി വരെ ജീവിക്കുന്നുണ്ട്. രണ്ടാമതായി, കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മറ്റുള്ളവരുടെ ബൈക്കിൽ കൈ കാണിച്ച് കയറി അടുത്തൊരു സ്റ്റാപ്പിലേക്കോ സ്കൂളിലേക്കോ പോകാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഈ വരുന്ന ബൈക്ക് അവരേത് സ്വഭാവക്കാരാണ്, അവർ മയക്കുമരുന്ന് ക്യാരി ചെയ്യുന്നവരാണോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ പല കുട്ടികളും ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. സോ മാതാപിതാക്കൾ കുട്ടികളോട് പറയുക, നടന്നു പോകുക, അത് നല്ലതാണ്. മറിച്ച് അറിയാത്ത ആരുടെ ബൈക്കിലും കയറി യാത്ര ചെയ്യരുത്. കാരണം അവർ ഏത് തരക്കാരാണെന്ന് നമുക്ക് അറിയുകയില്ല. സോ എപ്പോഴും കുട്ടികളുടെ മേൽ ഒരു ഒബ്സർവേഷൻ ഉണ്ടാകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. കാരണം ഒരു +2 എത്തുന്ന സമയം വരയ്ക്കും വളരെ ശ്രദ്ധിക്കണം. കാര്യം +2 കഴിഞ്ഞാൽ ഈ കുട്ടികൾ മറ്റൊരു തലങ്ങളിലേക്ക്, ഒരു പക്ഷേ വീടിന് ദൂരത്തിലായിരിക്കും അവർ പഠിത്തത്തിനായി പോകുക. എന്നാൽ അതിനു മുമ്പേ
ഇവരുടെ സമയം മോസ്റ്റ്ലി ഒരു +2 വരയ്ക്കും മാതാപിതാക്കളോടൊപ്പം തന്നെയായിരിക്കും സാധാരണയായി കുട്ടികൾ പഠിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സമയമാണ് ഈ 15 വയസ്സ്, 16 വയസ്സ്, 17 വയസ്സെന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഇവർക്ക് കൂടുതൽ ഇവരുടെ സുഹൃത്തുക്കൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫ്രീ ആകുന്നതും അബദ്ധങ്ങളിലും വല്ല മോശമായ കൂട്ടുകെട്ടിലും പെടുന്നത് ഹോളിഡേ ടൈമിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓണം വരുമ്പോൾ ഓണത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഓണത്തിന് പല പ്രോഗ്രാം കാണും, പല സ്പോർട്സ്, പല സമിതികളുടെ പേരിലും പല ക്ലബ്ബുകളുടെ പേരിലും പല മത്സരങ്ങളൊക്കെ കാണും. അതിൽ ആ മത്സരത്തിൽ അവർ ബന്ധപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പുറത്തു പോകുമ്പോൾ തന്നെയും ഒരു വീക്ഷണം എപ്പോഴും ഉണ്ടാകുന്നത് അവരുടെ സുരക്ഷിതത്വത്തിനും മാതാപിതാക്കളുടെ സമാധാനത്തിനും അത് ഉപകാരപ്രദമായിരിക്കും. കഴിവതും ഒരിക്കൽ കൂടി പറയുന്നു, കുട്ടികൾ ശ്രദ്ധിക്കുക. മയക്കുമരുന്ന് ലോബികളിൽ പെടാതിരിക്കാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. അറിയാത്ത ബൈക്കിൽ കൈ കാണിച്ച് അവരോടൊപ്പം യാത്ര ചെയ്യാതിരിക്കുക. കഴിവതും പാരൻസ് ഹോളിഡേ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വൈകുന്നേരം സന്ധ്യകളിൽ കുഞ്ഞുങ്ങൾ സുഹൃത്തുക്കളെ കാണുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നയപരമായി സ്നേഹാദരങ്ങളോടെ അവരുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്താൽ അവർ മറ്റുള്ള സുഹൃത്തുക്കളിൽ നിന്നും മാറി മാതാപിതാക്കളിലേക്ക് അടുക്കും. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.